ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് രീതിയിലെ കൺസേൺ, രണ്ട് ഫോർമാറ്റാണ് ഉള്ളതെന്ന്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് കൺസേണിനെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കൺസേണിനെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യെസ്റ്റർഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രേഡിംഗ് കൺസേണിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് കൺസേണിൽ എങ്ങനെയാണ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാകുന്നൊരു സംശയമാണ് എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രേഡിംഗ് കൺസേൺ ആൻഡ് മാനുഫാക്ചറിങ് കൺസേൺ. വളരെ എളുപ്പമാണ്. ഈ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുമ്പോൾ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് സോൾഡ് ചെയ്യുന്ന കൺസേണിനെ പറയുന്ന പേരാണ് ട്രേഡിംഗ് കൺസേൺ. എന്നാൽ മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസിനെ അവർ പ്രോസസ്സ് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അതായത് ഒരുപാട് പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് മാനുഫാക്ചറിങ് കൺസേൺ. ഓക്കെ, ആക്ച്വലി ഫിനിഷ്ഡ് ഗുഡ്സ് രൂപപ്പെടുത്തി എടുക്കുന്ന ആളുകളാണ് മാനുഫാക്ചറിങ് കൺസേൺ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫർണിച്ചർ ആക്ച്വലി നമുക്ക് കാണാം പല സിറ്റികളിലും ഫർണിച്ചർ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ രൂപത്തിൽ നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് വിൽക്കുന്ന ഷോപ്പുകൾ. ഇവരൊക്കെ എന്താണ് ട്രേഡിംഗ് കൺസേണാണ്. കാരണം അവർക്ക് യാതൊരുവിധ പണിയും ചെയ്യുമില്ല. ഓൺലി എന്ത് ചെയ്താൽ മതി, എന്തിൽ ഫോക്കസ് ചെയ്താൽ മതി, വിൽക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഫിനിഷ്ഡ് ഗുഡ്സാണ് അവർ ഡീൽ ചെയ്യുന്നത്. എന്നാൽ മാനുഫാക്ചറിങ് കൺസേൺ പറയുകയാണെങ്കിൽ അവർ റോ മെറ്റീരിയൽസ് വർക്കിംഗ് പ്രോഗ്രസ്സിലൂടെ, അതായത് ഒരുപാട് ലേബറിലൂടെയും ഒരുപാട് മെഷീൻസൊക്കെ വെച്ചിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർ. വുഡ്, ഇപ്പോൾ ഫർണിച്ചറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ അവർ ഒരുപാട് വുഡ്സുകൾ, വെറൈറ്റി വുഡ്സും അതുപോലെ ലേബേഴ്സിനെയും, അതായത് ഒരുപാട് എക്സ്പെൻസസൊക്കെ വേണ്ടി വരും ഇതിനായിട്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് കൺസേണിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തായിരുന്നു മാനുഫാക്ചറിങ് കൺസേണിൻ്റെ? ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. ട്രേഡിംഗ് കൺസേണിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറച്ച് ആഡ് ചെയ്യുക, കണ്ടിജൻസീസ് ആഡ് ചെയ്യുക. ഓക്കെ, ട്രേഡിംഗ് കൺസേണിൻ്റെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ നോട്ടിഫൈ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കറണ്ട് അസറ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. കറണ്ട് അസറ്റിൽ വരുന്ന നമുക്കറിയാം സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞത്. എന്തെങ്കിലും പേയ്മെൻറ്റ്സ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒക്കെയാണ് വരിക. പക്ഷേ ഇവിടെ ഈ കറണ്ട് അസറ്റിൽ ആദ്യത്തെ ഐറ്റം സ്റ്റോക്കാണ്. എത്രത്തോളം സ്റ്റോക്ക് അവർ യൂസ് ചെയ്തു കൺസംഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യത്തെ ഐറ്റം സ്റ്റോക്ക്. രണ്ടാമത്തെ ഐറ്റം വർക്കിംഗ് പ്രോഗ്രസ് ആണ്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? റോ മെറ്റീരിയൽസ് നിന്ന് കിടക്കുകയും ചെയ്തു, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല. ഈ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് വർക്കിംഗ് പ്രോഗ്രസ്. ഈ വർക്കിംഗ് പ്രോഗ്രസ് തന്നെ 3 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ലേബർ, പിന്നെ ഡയറക്റ്റ് ലേബർ, പിന്നെ രണ്ടാമത് വരുന്നത് റോ മെറ്റീരിയൽസ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. റോ മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ്. 3 രീതിയിൽ ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ബാലൻസ് വരുന്നില്ലേ, പ്രോസസ്സ് ബാക്കി പെൻഡിങ് നിൽക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ റോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർഹെഡ് എന്നുള്ള 3 കാറ്റഗറി. ഓക്കെ, മൂന്നാമത്തെ ഐറ്റം ആയിട്ട് വരുന്നത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഈ ഫിനിഷ്ഡ് ഗുഡ്സും ഇതുപോലെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ, പിന്നെ ഡയറക്റ്റ് ലേബർ, ഓവർഹെഡ്. ഓക്കെ, പിന്നെ സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് 3 ഉണ്ട്. ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ്. പിന്നെ 4ാമതായിട്ട് വരുന്നത് ഏതെങ്കിലും പേയ്മെൻറ്റ്സ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ 5ാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഡേ ടു ഡേ എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ. ആ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മളിവിടെ കാണിക്കണം, ഈ കറണ്ട് അസറ്റിൽ കാണിക്കണം. ഓക്കെ, ബാലൻസ് ഓഫ് ക്യാഷ് നല്ല രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ കറണ്ട് അസറ്റ് നമുക്ക് കഴിഞ്ഞു. കറണ്ട് അസറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ഡെറ്റേഴ്സ് ആയാലും ഒക്കെയും 3 കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് ക്രെഡിറ്റേഴ്സ്, പിന്നെ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ലാഗ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഏതിൽ വരിക? ക്രെഡിറ്റേഴ്സിൽ വരിക. ഓക്കെ, പിന്നെ കണ്ടിജൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് എത്രയാണോ അത്രത്തോളം നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇനി ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പ്രോഫിറ്റ് അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടായിരിക്കില്ല? പ്രോഫിറ്റ് തന്നാലും എന്തെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ഷുഡ് ബി ഇഗ്നോർ ചെയ്യേണ്ട ഉണ്ട്.
രണ്ടാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നോട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിലെ വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ ചിലപ്പോൾ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ടായിരിക്കും. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ പകുതി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മേ ബി റോ മെറ്റീരിയൽസ് 50%, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ലേബർ എത്ര ശതമാനം, 25%, ഓവർ ഹെഡ് 25%, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ്റെ ബേസിസിലാണ് അതിൻ്റെ എമൗണ്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ വർക്കിംഗ് പ്രോഗ്രസ്സിൽ ഇത്രത്തോളം കംപ്ലീറ്റ് അല്ല, ഒന്നും പെർസെൻറ്റേജ് ഒന്നും തന്നിട്ടില്ല, കംപ്ലീറ്റഡ് ആയി എന്നൊന്നും തന്നിട്ടില്ലെങ്കിൽ കണ്ണം പൂട്ടി നിങ്ങൾക്ക് എടുക്കാം റോ മെറ്റീരിയൽ 100%, അതുപോലെ തന്നെ നമ്മുടെ റോ മെറ്റീരിയൽ 100% എടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ലേബർ ആയാലും ഓവർ ഹെഡ് ആയാലും 50% എടുക്കുക. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യത്തെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നോട്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് ഇവിടെ കൺസേൺ ചെയ്യേണ്ട. രണ്ടാമത്തെ കാര്യം, വർക്കിംഗ് പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അതായത് റോ മെറ്റീരിയൽ 50%, ലേബർ ആൻഡ് ഓവർ ഹെഡ് 25%. അപ്പോൾ ആ കംപ്ലീഷൻ, ഡിഗ്രി ഓഫ് കംപ്ലീഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ മുകളിൽ ഇപ്പം കോസ്റ്റ് ഓഫ് സെയിൽ 1 lakh ആണെങ്കിൽ 1 lakh ഇൻറ്റു എത്രയാണ് 50/100. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ കാറ്റഗറീസിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് വർക്കിംഗ് പ്രോഗ്രസ്സിലെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ റോ മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ആയെന്ന രീതിയിൽ നിങ്ങൾ എടുക്കണം. പിന്നെ വരുന്ന ഓവർ ഹെഡും ലേബറും 50% കംപ്ലീറ്റ് ആയെന്ന രീതിയിൽ നിങ്ങൾ എടുക്കണം. ഇത് ക്വസ്റ്റ്യനിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നമുക്കൊരു വളരെ എളുപ്പമായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. എക്സ് ലിമിറ്റഡ് വിഷസ് ടു പർച്ചേസ് എ ബിസിനസ് ആൻഡ് seeks your advice about the average working capital requirement in first year's trading. The following data are available and you are told to add 10% to allow for contingencies. അപ്പോൾ കണ്ടിജൻസീസ് എത്രയാണ് തന്നിട്ടുള്ളത്? 10%. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി, കണ്ടിജൻസീസ് കിട്ടി. ഇനി ഒരായിട്ട് നോക്കുക. ആവറേജ് എമൗണ്ട് ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോക്കിൽ ലോക്ക് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോഴ്സ് 16,000, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് 10,000. ഓക്കെ, ഇവിടെ ഡിഗ്രി ഓഫ് കംപ്ലീഷനെ കുറിച്ച് യാതൊരുവിധ ഇതും പരാമർശിക്കുന്നില്ല, നേരിട്ട് അവരെ എമൗണ്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. മറിച്ച് ലേബറും ഓവർ ഹെഡും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസും ഇങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് സ്പെസിഫിക് ആയി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് റൂൾസ് ഞാൻ പറഞ്ഞതാണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ, ഈ മാനുഫാക്ചറിങ് കൺസേൺ വയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആവറേജ് എമൗണ്ട് ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോക്കാന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് അസെറ്റാണ്. ഓക്കെ, സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ കറണ്ട് അസെറ്റ്. ഇനി ആവറേജ് ക്രെഡിറ്റ് അലൗഡ് ടു, ശ്രദ്ധിക്കുക, ആവറേജ് ക്രെഡിറ്റ് അലൗഡ് ടു എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അലൗഡ് ചെയ്തിട്ടുള്ളത്, അലൗഡ് ടു എന്ന് പറയുമ്പോൾ അത് ഡെറ്റർ ആയിരിക്കും. അലൗഡഡ് ബൈ എന്ന് പറയുമ്പോൾ അതെന്താണ്? ക്രെഡിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഡെറ്ററാണ്. ലോക്കൽ സെയിൽസ് 2 weeks 1,56,000. എക്സ്പോർട്ട് സെയിൽസ് 6 weeks 6,24,000. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നോക്കൂ. ടൈം ലാഗ് പേയ്മെൻറ്റ്സ് ഫോർ, ലാഗ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, അത് ക്രെഡിറ്റേഴ്സാണ്. പർച്ചേസ് 4 weeks 1,82,000. ദെൻ വേജസ് 2 weeks 5,20,000. അപ്പോൾ കാര്യം മനസ്സിലായി. സ്റ്റോക്കൊക്കെ നമ്മൾ കറണ്ട് അസെറ്റാണ്. പിന്നെ അലൗഡ് ടു, ക്രെഡിറ്റ് അലൗഡ് ടു, അപ്പോൾ ഡെറ്ററാണ്. ദെൻ ഇത് ക്രെഡിറ്ററാണ്. പിന്നെ കണ്ടിജൻസീസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10%. ഇനി കാൽക്കുലേറ്റ് ദ ആവറേജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. എളുപ്പമല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് കൃത്യമായിട്ടും പ്രൊവൈഡ് ചെയ്യുക. എന്താ ഹെഡിങ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. എന്നിട്ട് നമ്മൾ 2 കോളം പ്രൊവൈഡ് ചെയ്യാണ് ഇവിടെ. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ 2 കോളം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെറ്റേഴ്സിന് സ്റ്റോക്കിനൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തായിട്ട് ഏതാണ്? കറണ്ട് അസെറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതൊക്കെയാണ് കറണ്ട് അസെറ്റ്? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, ശ്രദ്ധിക്കൂ, ഏതൊക്കെയാണ് കറണ്ട് അസെറ്റ്? മെറ്റീരിയൽ ആൻഡ് സ്റ്റോഴ്സ് 60,000, വർക്കിംഗ് പ്രോഗ്രസ് 10,000. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുകയാണ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോഴ്സ് 16,000, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് 10,000. ദെൻ അടുത്ത കാറ്റഗറി ഏതാണ്? ഡെറ്റർ. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ലോക്കൽ സെയിൽ എത്രയാണ് തന്നിട്ടുള്ളത്?
ലോക്കൽ സെയിൽ 2 വീക്ക്, അതായത് 1,56,000. ഇനി എക്സ്പോർട്ട് സെയിൽ 6 വീക്സ്, 6,24,000. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ? ഓക്കെ, ലോക്കൽ സെയിൽസ് 2 വീക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1,56,000 ഇൻറ്റു 2 വീക്സിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക? 52. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, വീക്സിൽ തന്നാൽ 52, മന്തിൽ തന്നാൽ 12, ഡേയ്സിൽ തന്നാൽ 365. ഓക്കെ, എമൗണ്ട് 6,000 കിട്ടി. ഇനി എക്സ്പോർട്ട് സെയിൽ 6 വീക്സ്, അതായത് 6,24,000 ഇൻറ്റു 6/52, അതായത് 72,000. ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്കും ഡെറ്ററും ആയി. ദെൻ ടോട്ടൽ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതി 1,04,000 റുപ്പീസ് ആണ് ടോട്ടൽ എന്ത്? കറണ്ട് അസറ്റ്. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റി ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഏതൊക്കെ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്? ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ, ഏതായി? ടൈം ലാഗ്. പർച്ചേസ് 4 വീക്സ് 1,82,000, വേജസ് 2 വീക്സ് 5,20,000. അപ്പോൾ അത് ചെയ്യില്ല നമുക്ക്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 4 വീക്സ്, പർച്ചേസിൻ്റെയാണ് കേട്ടോ തന്നിട്ടുള്ളത്. അതായത് 1,82,000 ഇൻറ്റു 4/52, 14,000. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 5,20,000 ഇൻറ്റു 2/52, ദാറ്റ് ഈസ് 20,000. ദെൻ ഔട്ടർ കോളത്തിൽ എഴുതി 34,000. ദെൻ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് 70,000. ഇതെന്താണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇതിനോടുകൂടി എന്താ ആഡ് ചെയ്യണം? 10% കണ്ടിജൻസീസ്. ഫ്യൂച്ചറിൽ എന്തായെങ്കിലും ലോസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ കണ്ടിജൻസീസ് മാറ്റി വയ്ക്കണം. എന്തിൻ്റെ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10%. അപ്പോൾ 70,000 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ നമുക്ക് 7,000 കിട്ടും. ശ്രദ്ധിക്കുക, ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ 10% നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് മണി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ എത്രയാണ്? 77,000 ആണ് മൊത്തം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ.